സ്റ്റാർട്ടിംഗ് 11 മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിഹാൽ സുധീഷും ബികാർ സിംഗും പ്രബീർ ദാസും തങ്ങളുടെ ലോൺ കാലാവധി കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 3 താരങ്ങളുടെ ലോൺ ടൈമിലുള്ള പ്രകടനങ്ങളും അത് ബ്ലാസ്റ്റേഴ്സിനെ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നിഹാൽ സുധീഷാണ്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പഞ്ചാബ് എഫ് സിയിലേക്കാണ് താരം ലോൺ അടിസ്ഥാനത്തിൽ പോയത്. അത്യാവശ്യം നല്ലൊരു പ്ലേയിങ് ടൈം തന്നെ പഞ്ചാബ് എഫ് സി താരത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 20 മത്സരങ്ങൾ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി താരം ISLൽ കളിച്ചു. 20 മത്സരങ്ങളിൽ നിന്ന് 2 അസിസ്റ്റും 1 ഗോളുമാണ് താരം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി താരം കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചത്. 20 കളിയിൽ നിന്ന് താരം 18 ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടൊരു റൈറ്റ് വിങ്ങറാണ് നിഹാൽ സുധീഷ്. പക്ഷേ ഒരു ഫോർവേഡായിട്ട് കളിക്കാനും താരത്തിന് സാധിക്കും. വേഗതയേറിയ മുന്നേറ്റങ്ങളാണ് നിഹാലിനെ ശ്രദ്ധേയമാക്കുന്നത്. മുന്നേറ്റത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു താരം തന്നെയാണ് നിഹാൽ സുധീഷ്. നിഹാൽ സുധീഷിൻ്റെ മടങ്ങിവരവ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്ത താരം ബികാർ സിംഗ് ആണ്. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മുഹമ്മദ് നസിക്ക് വേണ്ടിയാണ് താരം കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ പോയത്. ക്ലബിന് വേണ്ടി താരം 21 മത്സരങ്ങൾ ISLൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഗോളോ അസിസ്റ്റോ നേടാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. 21 മത്സരങ്ങളിൽ നിന്ന് താരം 12 ചാൻസസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ താരത്തിന് നല്ലൊരു പ്ലേയിങ് ടൈം ലഭിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള താരത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ അത്യാവശ്യം ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തതായി പ്രബീർ ദാസ് ആണ്. താരം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മുംബൈ സിറ്റി എഫ് സിയിലേക്കാണ് ലോൺ അടിസ്ഥാനത്തിൽ പോയത്. പക്ഷേ താരത്തിന് അവിടെ 5 മത്സരങ്ങൾ മാത്രമാണ് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മുംബൈ സിറ്റിയിൽ താരത്തിന് അത്യാവശ്യം പ്ലേയിങ് ടൈം കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ റൈറ്റ് ബാക്കായിട്ടുള്ള താരം ISLൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള താരം തന്നെയാണ് പ്രബീർ ദാസ്. ഈ ഒരു എക്സ്പീരിയൻസും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന് മുതൽക്കൂട്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ISL എക്സ്പീരിയൻസിലുള്ള താരം പ്രബീർ ദാസ് തന്നെയാണ്. എന്തായാലും ഈ 3 താരങ്ങളുടെയും ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള മടങ്ങിവരവ് ഒരു ഗുണമുള്ള കാര്യം തന്നെയാണ്. ബെഞ്ച് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു ടീമിനെ സംബന്ധിച്ചോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 3 താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.